നമസ്കാരമുണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇങ്ങനെയുള്ള വർക്ക് ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മൊത്തം ഡ്രമ്മിൽ ഫലവൃക്ഷങ്ങളാണ് മൊത്തമായിട്ട് ഇങ്ങോട്ടുണ്ട്, ഈ ഭാഗത്തേക്കും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗം കംപ്ലീറ്റ് പുല്ലും കാടുമാണ്. അതൊന്ന് ക്ലീൻ ചെയ്യുക, മൊത്തത്തിൽ വൃത്തിയാക്കി ക്ലീൻ ചെയ്യുക. അതുപോലെ ഈ ഡ്രമ്മിൽ കംപ്ലീറ്റ് നമ്മൾ ട്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുക, തുള്ളിനന സിസ്റ്റം കൊടുക്കുക. ഈ ഒരു വർക്കാണ് ഇന്നത്തെ ഒരു വർക്ക്. കാരണം ഇങ്ങനെ ഏരിയ ഔട്ട്സൈഡ് പുറത്തും ഉണ്ട് കുറേ കച്ചറ, വേസ്റ്റ്, പുല്ല് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, ഫുള്ള് വൃത്തിയാക്കുക. അങ്ങനെ റൗണ്ട് വീടിൻ്റെ ചുറ്റുഭാഗമുണ്ട്. വളം കൊടുക്കുക, മെഡിസിൻ കൊടുക്കുക. അപ്പോൾ അവർക്ക് നമ്മൾ തുടങ്ങുകയാണ്. കംപ്ലീറ്റ് വൃത്തിയാക്കലാണ് ആദ്യത്തെ ഒരു ക്ലീനിങ് ആണ് ആദ്യത്തെ പരിപാടി. ഓക്കെ, വീഡിയോ എല്ലാവരും ഒന്ന് പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുക. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അത് കംപ്ലീറ്റ് വൃത്തിയാക്കി വരുന്നുണ്ട്. നമ്മളെ യൂസഫ് കംപ്ലീറ്റ് വൃത്തിയാക്കി വരുന്നുണ്ട്. അങ്ങനെ ഒരു കാടും പൊന്തിയും കച്ചറയായിട്ട് കിടക്കണം. ശരിക്ക് വൃത്തിയാണ്, ഫുള്ള് വേസ്റ്റായിട്ട് കിടക്കും. കംപ്ലീറ്റ് കച്ചറ. നല്ല ക്ലീനായി പറിച്ചെടുക്കുക, കംപ്ലീറ്റ് ക്ലീനായിട്ട് ക്ലീൻ ചെയ്ത് പറിച്ചെടുത്തിട്ട് അത് വേസ്റ്റ് കംപ്ലീറ്റ് ഒഴിവാക്കി നമ്മൾ ഫുള്ളായിട്ട് പുല്ല് പറിച്ച് അടിച്ചു വാരി ആ കല്ല് വരെ കംപ്ലീറ്റ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കല്ലൊക്കെ, കാരണം ഇതിന് മേലെ ആ ഷീറ്റ് വരുന്നുണ്ട്, ഷീറ്റ് ഇടാനുള്ള. അപ്പോൾ കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ ഷീറ്റ് ഇടാണ് മൊത്തമായിട്ട് അടിയിൽ പിരിക്കുക ആദ്യം. നമ്മളെ പണി 100% വൃത്തിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്ത് നമ്മൾ സീറ്റ് കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. സീറ്റ് ഇട്ട് നമ്മളെ ഡ്രമ്മുകൾ കറക്റ്റ് ഓർഡറിൽ തന്നെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ട്രിപ്പ് ഇറിഗേഷൻ പരിപാടിയാണ്. കറക്റ്റ് 3 ലൈന് പൈപ്പ് ഇട്ടിട്ട് നമ്മളെ ഇതിൽ സെറ്റ് സാധനങ്ങളുണ്ട്. ഈ സെറ്റ് സാധനങ്ങൾ എല്ലാം കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം. നമുക്ക് വീഡിയോയിൽ കാണാം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, ഇപ്പം നീളത്തിൽ ഇങ്ങനെ പൈപ്പ് കൊടുത്താണ്. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടും, ഇവിടുന്ന് ഈ സെക്ഷൻ ഇങ്ങോട്ട് തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ T ജോയിൻ്റ് ഇട്ടതാണ്. T ജോയിൻ്റ് ഇട്ടിട്ട് ഇത് കറക്റ്റാക്കി ജോയിൻ്റ് ചെയ്തിടുക. ഇതിങ്ങനെ കറക്റ്റ്, ഇത് കറക്റ്റ് നീളത്തിൽ പോകുന്ന ലൈനാണ്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങോട്ടുള്ള കണക്ഷന് വലിക്കുകയാണ്. അത് നമ്മൾ ഇതുപോലെ T ഇട്ടിട്ട് ചെയ്താൽ മതി. ഇതൊക്കെ നമുക്ക് വളരെ വീട്ടുകാർക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതും ഇതുപോലെ തന്നെ ഇവിടെ കട്ട് ചെയ്യുക. ഇവിടെ കറക്റ്റ് കട്ട് ചെയ്യുക. നമ്മൾ T കൊടുക്കുക.
ഇതും കറക്റ്റ് അങ്ങോട്ട് ജോയിന്റ് ചെയ്യാം. ഈ ലൈന് ആവശ്യാനുസരണം ഇത് കട്ട് ചെയ്തിട്ട് സെയിം ഇതേമാതിരി കൊടുക്കുക. സെയിം ഇത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളെ 16 mm കംപ്ലീറ്റ് ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ്, അതുപോലെ ഈ 16 mm ഞാൻ ഇതുപോലെ ആംഗിള് ഇട്ടിട്ട് സ്റ്റീലാണി അടിച്ചു വെച്ചതാണ്. കാരണം ഇതിൻ്റെ ഈ സീറ്റിൻ്റെ അടിയിൽ കല്ല് പതിച്ചുകൊണ്ട് നല്ല സുഖമാണ്, കാരണം ആണി സെറ്റ് ചെയ്ത് കിടക്കും. ഇനി നമുക്ക് ഈ 16 mm ട്യൂബ് ഓരോരോ ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അപ്പോൾ ഈ ആംഗിൾ അടിച്ചാൽ വലിയൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഈ നടക്കുമ്പോൾ കാല് തട്ടി പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കാല് തട്ടി തെന്നി മാറും. അപ്പോൾ ഇതാകുമ്പോൾ തെന്നി മാറൂല, കാരണം നമ്മൾ ഓരോരോ 2 മീറ്റർ ക്യാപ്പിൽ ഇതുപോലെ നമ്മൾ ആംഗിൾ ഇട്ടിട്ട് പിന്നെ സെറ്റ് ചെയ്യും. എന്നുവെച്ചാൽ പൈപ്പ് നമ്മൾ കാല് തട്ടിയിട്ടൊന്നും തെന്നി മാറിപ്പോവില്ല. അപ്പോൾ സ്റ്റീലിൻ്റെ ആണിയും വേണം കേട്ടോ, മറ്റേ ഈ ഇരുമ്പിൻ്റെ നമ്മൾ തുരുമ്പിടിച്ച് പോകും. ഇതാകുമ്പോൾ അവിടെ സെറ്റ് ചെയ്ത് അവിടെ കിടക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഏതായാലും ചെയ്യണം. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ട്യൂബ് ഈ 16 mm ഓരോരോ ഡ്രമ്മിലേക്ക് ആ ചെറിയ ട്യൂബ് ഇറക്കി കൊടുക്കും. ഇപ്പോൾ ട്യൂബ് അടിക്കുമ്പോൾ നമ്മൾ ഈ ട്യൂബിൻ്റെ തലക്കൽ നമ്മൾ ഈ സ്പ്രിംഗ്ലർ, ഈ മൈക്രോ സ്പ്രിംഗ്ലറാണ് കൊടുക്കുന്നത്. അതുപോലെ ഇത് ചെറുതാണ് കിട്ടിയിട്ടുള്ളത്, കുറച്ചും കൂടി വലിപ്പമുള്ള കാല് കിട്ടണം. ഇതുപോലെ സെറ്റ് ചെയ്യുക. ഈ ട്യൂബ് ഇങ്ങനെ കൊടുത്തിട്ട് സെറ്റ് ചെയ്താൽ നമ്മളാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നേരെ നമ്മളെ പ്ലാന്റിൻ്റെ ചുവട്ട് ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്താൽ മതി. ഡയറക്റ്റ് ആ കാലില്ലാതെ നമ്മൾ പ്ലാന്റിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ആ സ്പ്രിംഗ്ലറിൻ്റെ ഉള്ളിലേക്ക് മണ്ണ് കയറും. അപ്പോൾ ഒരു കാലിൽ ഇതുപോലെ ആ പ്ലാസ്റ്റിക്കിൻ്റെ കാല് ചെറുതാണ്, പക്ഷേ ഇതിൻ്റെ വലുത് കിട്ടേണ്ടിയിരുന്നു. ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നുവെച്ചാൽ വെള്ളം ഓഫാക്കി കഴിഞ്ഞാൽ റിട്ടേൺ വെള്ളം അങ്ങോട്ട് വലിക്കാൻ പാടില്ല, അപ്പോൾ ചളിയും കൂടി കയറും. അപ്പോൾ ഇങ്ങനെ ചെയ്താലെന്ന് വെച്ചാൽ നമ്മളെ ചളി കയറൂല, അത് വൃത്തിയിൽ അങ്ങനെ കിടക്കും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വലിപ്പമുള്ളത് കിട്ടണം, കാരണം അത് പോരാ, അത് വലിപ്പമുള്ളതല്ല, അത് ഈ ഗിറ്റിൽ വരുന്നതാണ്. ശരിക്കും നമ്മളത് സാധനം വീങ്ങി വലുതായി വലിയ സാധനം തന്നെ ഇത് ചെയ്യണം. പിന്നെ അങ്ങേ തല നമ്മൾ 16 mm കൊടുക്കുമ്പോൾ അവിടെ ഹോൾസ് അടിച്ചിട്ട് ആ ട്യൂബിൽ നേരെ 16 mm കൊടുക്കുക. ഈ 16 mm ട്യൂബ് സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് കിട്ടുന്നത്. അത് ആ കൂർത്ത ഭാഗം 16 mm ജോയിൻ്റ് ആക്കുക, മറ്റേ ഭാഗം ട്യൂബിലേക്കും ജോയിൻ്റ് ആക്കിയിട്ട് ഇതുപോലെ കൊടുക്കുക. ഇതുപോലെ സെറ്റ് ചെയ്താൽ മതി. നേരെ നമ്മളെ കണക്ഷൻ ഇതിലേക്ക് ചാടും. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇതിങ്ങനെ ചെറിയൊരു രീതിയിൽ നന കിട്ടിയാൽ മതി, കാരണം ഡെയിലി നനയുമ്പോൾ. അപ്പം നമ്മളെ വർക്ക് കംപ്ലീറ്റ് സെറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മളെ 16 mm ട്യൂബ് സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെറിയ ഡ്രമ്മുകൾക്കും ഹാഫ് ഡ്രമ്മുകൾക്കും കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓണാക്കണം. അതുപോലെ പിന്നെ നമ്മളെല്ലാം ഒന്ന് ഉറപ്പ് വരുത്തുക, നമ്മൾ ട്യൂബുകൾ സെറ്റ് ചെയ്തത് അതിൻ്റെ സ്പ്രിംഗ്ലർ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, എല്ലാം ഉറപ്പ് വരുത്തുക. നമ്മൾ ഏതെങ്കിലും ചെയ്യാത്തതുണ്ടോ വിട്ടിക്കണോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഒരുപാടുണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മളെല്ലാ കണ്ണ് നമ്മൾ ഇതിലേക്ക് എത്തില്ല. അതുപോലെ ഈ ലൈന് ഞാൻ ഓണാക്കിയിട്ടതാണ്. അന്ന് നമ്മൾ ആദ്യം ഒരു ട്രെയിൽ നടത്തണം, അതൊക്കെ വർക്കാകുന്നുണ്ട്. എല്ലാ പ്ലാന്റിൻ്റെ ചുവട്ടിലും വെള്ളം കിട്ടുന്നുണ്ട്. അത് വേറെ ലൈനാണ്. അതുപോലെ ഈ സൈഡ് കംപ്ലീറ്റ് കവറാക്കിയാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ കറക്റ്റാണ് എന്നുള്ളത് കംപ്ലീറ്റ് ചെക്ക് ചെയ്തതാണ്. അത് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് കണ്ടില്ലേ, ഫുള്ള് കണ്ടീഷൻ വൃത്തിയാക്കി നമ്മൾ വളം ചെയ്യുക, ആ ഒരു കാര്യം കൂടെ ഉള്ളൂ. വളങ്ങൾ കൊടുക്കുക.
സീറ്റ് ഇട്ട് ട്രിപ്പ് ഇറിഗേഷൻ കൊടുത്ത് എല്ലാ പരിപാടിയും കഴിച്ചു. ഇനി പിന്നെ നമ്മൾ ഒന്നിതൊന്ന് ഓപ്പൺ ആക്കണം. അതിന് നമ്മളെ ഇവിടെ ഒരു ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പാണ്, ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന പൈപ്പാണത്. അവിടെ ഒരു വാൾവ് കൊടുത്ത് ആ വാൾവ് ഓണാക്കിയ നേരെ വെള്ളം സ്റ്റാർട്ടായി. അവിടെ ഒരു ഫിൽറ്റർ കൊടുത്ത് വെള്ളം ഫിൽറ്റർ ചെയ്ത് നേരെ താഴേക്ക് നേരെ ഒരു കണക്ഷന്, അത് ഔട്ട് സൈഡിലേക്കുള്ളതാണ്, പുറത്തേക്കുള്ളതാണ്. ഏതായാലും ഫിൽറ്റർ കൊടുത്ത് അത് സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഈ സൈഡത്തെ വർക്ക് ഇതിനപ്പുറത്താണ് നമ്മൾ അതുപോലെ വാൾവും ഫിൽറ്ററും കൊടുത്തിട്ടുള്ളത്. അതും നമുക്ക് ചെക്ക് ചെയ്യാം. അതും ഇതുപോലെ തന്നെ പിന്നെ ഈ സൈഡിലാണ് ടാങ്കിൽ നിന്ന് വരുന്ന മെയിൻ പൈപ്പാണ്. അതിമ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് വാൾവ് കൊടുത്ത് ഫിൽറ്റർ കൊടുത്ത് നേരെ നമ്മൾ ഈ ലൈനിക്ക് ഡ്രമ്മുകൾ നനയുന്ന പിന്നെ പൈപ്പാണത്. അപ്പോൾ അതിന് നമ്മൾ മെയിൻ 16 mm കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചാലാക്കി നോക്കിയാൽ കേട്ടോ. ഈ രീതിയിൽ നമുക്ക് വെള്ളം കിട്ടിയാൽ മതി. കാരണം ഓവർ വെള്ളം ആവില്ല, ഓവർ വെള്ളം ആവാതെ എന്നാൽ നനയും ചെയ്യും. ഓക്കെ, പിന്നെ ഈ ഒരു ലെവലിൽ നമുക്ക് നമ്മളെ പ്ലാന്റുകൾക്ക് ഡ്രമ്മിന് വെള്ളം കിട്ടിയാൽ മതി. കൂടുതൽ വെള്ളമായിട്ട് കാര്യമില്ല, കാരണം അതിലുള്ള വളം ഒലിച്ചു പോകുന്നല്ലാതെ. ഡ്രൈ ആവാതെ ആക്കുക. എന്നതിൻ്റെ ശേഷം പിന്നെ ചെറിയ അളവിൽ വെള്ളമാക്കുക, നനയുന്ന രീതിയിൽ. മറ്റേത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം വരുന്ന രീതിയാൽ ഒരുപാട് അതിലുള്ള വളം ഒഴുകിപ്പോവും. ചെറിയ അളവിൽ വെള്ളം കിട്ടിയാൽ മതി. ഈ ലെവലിൽ ഇങ്ങനെ നനഞ്ഞാൽ മതി. 2 നേരം നനയുന്നല്ലേ. അപ്പോൾ കംപ്ലീറ്റ് നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല വൃത്തിയിലും വെടുപ്പിലും വളം ചെയ്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിക്കുക. അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ വന്ന് ചെയ്തു തരും. അതുപോലെ പ്ലാന്റുകൾ വെക്കുന്നതും ഡ്രമ്മിൽ വെക്കുന്നതും അതിൻ്റെ ഡ്രിപ്പ് ഇറിഗേഷനും വളങ്ങൾ ചെയ്യുന്ന പരിപാടിയാണെങ്കിലൊക്കെ നമ്മൾ ചെയ്തു തരും. ആവശ്യക്കാർക്ക് വിളിക്കുക. വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മളെ ചാനലൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടിട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. കണ്ടമാനം ഫ്രൂട്ടിൻ്റെ പ്ലാന്റുകളുണ്ട്. ചെറു പ്ലാന്റുകളാണ്. അപ്പൊക്കെ ഒന്ന് ഈ ഡ്രമ്മിൽ വെച്ച് സെറ്റാക്കിയതാണ്. അപ്പോൾ ഇനി നല്ല രീതിയിൽ വളർന്നു. കാരണം നല്ല വെയിലും കാര്യങ്ങളും അതുപോലെ നനയും കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ സൈഡ് നമ്മളെ പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കി സീറ്റ് ഇട്ടതാണ്. ഇനി അവിടെ ഇങ്ങനെ പുല്ലും കാടും പൊന്തകളൊന്നും വരൂല. അതുപോലെ നമ്മളെ ഈ സൈഡിൽ ഫ്രണ്ട് ഏരിയക്ക് അവിടുത്തെയും കച്ചറയും ചമ്മലും പുല്ലൊക്കെ ഒഴിവാക്കി അവിടെയും സീറ്റ് ഇട്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിലും ഫ്രണ്ട് സൈഡിലും. ഓക്കെ, അപ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സഹകരിക്കുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ട. എല്ലാവരും ഒന്ന് നമ്മളെ ചാനൽ